السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على من أرسل رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. അഭിനന്ദരായ സജീവൻ സർ, മുനീർ ഹുദവി വിളയിൽ, എന്നെ ശ്രവിക്കുന്ന പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സുദീർഘമായൊരു സംസാരം ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. ഖുർആൻ പരിഭാഷയുടെ മലയാള ലോകം തീമിലുള്ള ഈ ഒരു സെമിനാറിൽ ഈ മേഖലയുടെ ഒരു സംക്ഷിപ്ത അവലോകനം നടത്താനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വളരെ പ്രൗഢമായ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷനുകളുടെ പ്രകാശനം ഇവിടെ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഖുർആൻ പരിഭാഷ എന്നുള്ള ഒരു വളരെ വിശാലമായ ഒരു മേഖല, അതുതന്നെ മലയാളത്തിൻ്റെ അതിനേക്കാൾ പ്രവിശാലമായ ഭൂമിക, ഈ രണ്ട് മേഖലകൾ കണക്ട് ചെയ്താണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകത്ത് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന, ലോകത്ത് ഏറ്റവും അധികം വിവർത്തനം ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഇത് ഗിന്നസ് റെക്കോർഡ്സ് തന്നെ അംഗീകരിച്ചൊരു സംഗതിയാണ്. കാരണം അത്രയധികം ഏതാണ്ട് എല്ലാ ഭാഷകളിലും ഇതിന് പരിഭാഷകളുണ്ട്. അതുതന്നെ മിക്ക ഭാഷകളിലും ഒന്നിലധികം പരിഭാഷകളുണ്ട്. നമ്മുടെ കൊച്ചു മലയാളത്തിൽ പോലും 50-ലേറെ സമ്പൂർണ്ണ പരിഭാഷകൾ വിശുദ്ധ ഖുർആനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി നമുക്ക് ഊഹിക്കാൻ പറ്റും. മലയാളം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം മെജോറിറ്റി ഭാഷയല്ല. മലയാളികളുടെ ഒരു 25 അല്ലെങ്കിൽ 30-ൽ താഴെ % മുസ്ലിംസ് ഉള്ളൂ. ഇത്തരം ഒരു ഭാഷയിൽ 50-ലധികം സമ്പൂർണ്ണ ഖുർആൻ പരിഭാഷകൾ, സമ്പൂർണ്ണമല്ലാത്തത് അല്ലെങ്കിൽ ഭാഗികമായ ചില ജുസുകൾ, ചില സൂറത്തുകൾ, അങ്ങനെയൊക്കെ ആയിട്ടുള്ള വേറെയും അനേകം പരിഭാഷകളുണ്ട്. അപ്പൊ അത്രയും വിശാലമായ ഒരു ഭൂമികയാണ് ഖുർആൻ പരിഭാഷയുടേത്. പിന്നെ എന്തുകൊണ്ടാണ് ഖുർആൻ പരിഭാഷ ഇത്ര പ്രധാനമാവുന്നത് എന്ന ചോദ്യത്തിന് മെൽബൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അബ്ദുള്ള സയ്യിദ് നൽകുന്ന ഒരു ഉത്തരം, ഈ വിശുദ്ധ ഖുർആനെയും ഇസ്ലാമിനെയും അടുത്തറിയാൻ അറബി സംസാരിക്കാത്ത എല്ലാ ആളുകളും ഫസ്റ്റ് സമീപിക്കുന്ന ഒരു ഗ്രന്ഥം ഖുർആന്റെ പരിഭാഷയായിരിക്കും എന്നുള്ളതാണ്. അത് മുസ്ലിം ആണെന്നോ അമുസ്ലിം ആണെന്നോ വ്യത്യാസമില്ല. ഇപ്പോൾ ഒരു മലയാളി അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഖുർആന്റെ പരിഭാഷയായിരിക്കും. അപ്പൊ അത്രയും പ്രധാനമാണ് ഈ ഖുർആൻ പരിഭാഷകൾ. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വളരെ സീരിയസ് ആയിട്ടുള്ള റിസർച്ചുകൾ ഖുർആനെ കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പങ്കെടുക്കുന്നത് അധികവും ഗവേഷണ വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ ആ രീതിയിൽ സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ERC നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യൂറോപ്യൻ റിസർച്ച് കൗൺസിൽ, യൂറോപ്യൻ യൂണിയന്റെ റിസർച്ചിനും വേണ്ടി ഫണ്ട് ചെയ്യുന്ന വളരെ പ്രൗഢമായ ഒരു ഏജൻസിയാണ്. ERC ഫണ്ട് ചെയ്തിട്ടുള്ള 2 പ്രൊജക്ടുകളാണ് ഇപ്പോൾ ഖുർആൻ പരിഭാഷകളെ കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഗ്ലോബൽ ഖുർആൻ, ഗ്ലോഖുർ, അതുപോലെ EUQU, യൂറോപ്യൻ ഖുർആൻ, യൂറോപ്പിലെ ഖുർആൻ പരിഭാഷകളെ കുറിച്ചും അതുപോലെ ലോകത്തിന്റെ പല ഭാഷകളിലുള്ള ഖുർആൻ പരിഭാഷകളെ കുറിച്ചും ചർച്ച ചെയ്യുന്ന 2 പ്രോജക്റ്റുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത്രയും പ്രവിശാലമായ ഒരു മേഖലയാണ് ഖുർആൻ പരിഭാഷകളുടേത്. ഇപ്പൊ നേരത്തെ കുറെ സംസാരങ്ങൾ നടന്നു. എന്തുകൊണ്ടാണ് ഖുർആൻ പരിഭാഷ ഇത്രയും പ്രശ്നാധിഷ്ഠിതമാവുന്നതെന്ന് ചോദിച്ചാൽ, അത് ഒരേ സമയം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പോലും ഖുർആൻ പരിഭാഷ ഹറാമാണെന്ന് വിശ്വസിക്കുന്ന കുറെ വിഭാഗം മുസ്ലിങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ. കാരണം അത് വിശുദ്ധ ഖുർആന്റെ തന്നെ പരസ്പര കോൺട്രാഡിക്ടറി എന്ന് തോന്നാവുന്ന 2 മേഖലകളാണ്. ഒന്ന്, ഖുർആൻ ബേസിക്കലി എന്താണ്, ഖുർആൻ അറബിക്കാണ്, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയൻ, അതുപോലെ ബിലിസാനിൻ അറബിയിൻ മുബീൻ എന്നൊക്കെ തുടങ്ങിയിട്ട് അറബി എന്നുള്ളത് ഖുർആന്റെ ഒരു അടിസ്ഥാന സത്തയാണ്. അതേസമയം ഖുർആൻ എന്ന് പറഞ്ഞാൽ അറബികൾക്ക് മാത്രമുള്ളതല്ല, മുഴുവൻ മനുഷ്യർക്കും ഉള്ളതാണ്. അപ്പോൾ ഒരേ സമയം ഇത് അറബിയിലാണ്, അതേസമയം മുഴുവൻ മനുഷ്യർക്കും ഇത് ആക്സസിബിൾ ആവുകയും വേണം. അപ്പൊ ഈ 2 കോൺട്രാഡിക്ഷൻ ഉള്ളത് കൊണ്ടാണ് പഴയ കാലം മുതലേ ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇന്നും അഭിപ്രായ വ്യത്യാസത്തിന്റെ തോത് തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിന്റെ ഒരു ചരിത്രപരമായ വികാസം നോക്കുകയാണെങ്കിൽ ആദ്യ നൂറ്റാണ്ടുകളിലൊന്നും ഖുർആൻ പരിഭാഷകളുടെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം മുസ്ലിങ്ങൾ ഭൂരിഭാഗം അറബികളായിരുന്നു. ഇപ്പോൾ ഇസ്ലാമിന്റെ ആദ്യ തലമുറയൊക്കെ നോക്കുകയാണെങ്കിൽ അതിലെ സൽമാനുൽ ഫാരിസി, അതുപോലെ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹും, അങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നൺ അറബ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ. പിന്നീട് അതിങ്ങനെ കൂടിക്കൂടി വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പരിഭാഷയുടെ ആവശ്യകതയും കൂടിക്കൂടി വരും. എന്നാൽ അതേസമയം മുസ്ലിം പണ്ഡിതന്മാരുടെ ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ, വിശുദ്ധ ഖുർആനെ പരിഭാഷകളിലൂടെയല്ല സമീപിക്കേണ്ടത്, അറബി പഠിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ എവിടെയൊക്കെ ഇസ്ലാം എത്തുന്നു അവിടെയൊക്കെ അറബൈസേഷൻ സംഭവിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ ആഫ്രിക്കയിൽ, സുഡാൻ, അങ്ങനത്തെ കുറെ രാജ്യങ്ങളിലൊക്കെ അറബി എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ, അവിടെ ഇസ്ലാം എത്തിയതോടെ ആളുകൾ എന്തായി, ഖുർആനൊക്കെ പഠിക്കാൻ വേണ്ടി അവർ അറബി പഠിച്ചു. ആ രീതിയിൽ അറബൈസേഷൻ സംഭവിച്ചു. പിൽക്കാലത്ത് അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു. ഇപ്പൊ നമ്മുടെ കേരളമൊക്കെ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ, ഇവിടേക്ക് ഇസ്ലാം ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ എത്തി. പക്ഷെ നമ്മൾ ഒരിക്കലും അറബിയിലേക്ക് മാറിയിട്ടില്ല.
അപ്പൊ ഇത്തരം പ്രദേശങ്ങളിൽ എങ്ങനെയാണ് അവർ ഖുർആനുമായിട്ട് എൻഗേജ് ചെയ്തത് എന്നുള്ളത് വളരെ രസകരമായ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസർച്ച് ത്രെഡാണ്. ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ ഒരു അറിയപ്പെട്ട ചരിത്രം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ആദ്യത്തെ ഖുർആൻ പരിഭാഷ എന്ന് പറയാവുന്നത് 19ാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിലുള്ള മായൻകുട്ടി ഇളയുടെ തർജമത്ത് തഫ്സീറുൽ ഖുർആൻ എന്നുള്ള ഗ്രന്ഥമാണ്. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ഖുർആൻ പരിഭാഷ ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കണം. കാരണം നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ മുസ്ലിം സമൂഹം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ സമൃദ്ധമായ ജ്ഞാന പാരമ്പര്യം നമുക്കുണ്ട്. പള്ളികൾ, പള്ളി ദർസുകൾ, അങ്ങനത്തെ കുറേ സംഗതികൾ. അപ്പോൾ വളരെ സൂക്ഷ്മമായ ഒരു റിസർച്ച് നടത്തുകയാണെങ്കിൽ അതിനു മുമ്പുള്ള കുറേ ട്രാൻസ്ലേഷൻസ് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം. എന്നിരുന്നാൽ പോലും ഇപ്പൊ നമുക്ക് കണ്ടുകിട്ടിയ ഒരു ഇത് പ്രകാരം നമ്മൾ 19ാം നൂറ്റാണ്ട് മുതലാണ് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ഖുർആൻ പരിഭാഷകൾ ആരംഭിച്ചത് നമ്മൾ എന്ന നിഗമനത്തിലെത്തുന്നു. അതിനു മുമ്പുള്ള കാലഘട്ടം നമുക്ക് ഒരു ഓറൽ ട്രാൻസ്ലേഷൻ്റെതാണെന്ന് പറയാം. അതിനു മുമ്പ് എന്ത് ചെയ്യുന്നു, അത് രണ്ട് രീതിയിലായിരുന്നു. പള്ളി ദർസുകളിലൊക്കെ മതപണ്ഡിതന്മാർ ഖുർആൻ അർത്ഥം വെച്ച് പഠിച്ച് അവരത് എന്ത് ചെയ്യുന്നു, സൂക്ഷ്മമായിട്ട് പഠിക്കുന്നു. അവര് വാഴ് പരമ്പരകളുടെയും അല്ലാതെയും ഒക്കെ പൊതുജനങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ രണ്ട് ലെവലുകളിൽ എന്തായി ഓറൽ ട്രാൻസ്ലേഷൻ ആയിരുന്നു 19ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യുന്നു, കുറച്ചും കൂടി റിട്ടൺ ട്രാൻസ്ലേഷനിലേക്ക് ഇത് മാറുന്നു. ഈ റിട്ടൺ ട്രാൻസ്ലേഷനിലേക്ക് മാറുമ്പോഴാണ് കേരളത്തിൽ പരിഭാഷകളെ കുറിച്ചുള്ള ചർച്ചകളും കുറെ നടക്കുന്നത്. ഈ മായൻകുട്ടി ഇളയ എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ള പണ്ഡിതനാണ്. അദ്ദേഹം അറക്കൽ ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നു. അങ്ങനെയാണ് ഇളയ. കണ്ണൂർക്കാർക്ക് അറിയാം ഇളയ എന്ന് പറഞ്ഞാൽ നമ്മൾ മലപ്പുറത്തൊക്കെ അളിയൻ എന്ന് പറയുന്നത് പോലെ. അങ്ങനെ അദ്ദേഹം അറക്കൽ ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ചും കൂടി സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹം ഈ ഖുർആൻ പരിഭാഷ എന്ന് പറയുമ്പോഴും അന്നത്തെ ഒരു ഡോമിനന്റ് ആയിട്ടുള്ള വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഖുർആൻ ഒരിക്കലും പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കുറച്ചും കൂടി സൗകര്യമുള്ള സേഫ് ആയിട്ടുള്ള തർജമത്ത് തഫ്സീരിൽ ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നില്ല. പിന്നെന്താ പരിഭാഷപ്പെടുത്തുന്നത്? ഖുർആന്റെ തഫ്സീർ. അങ്ങനെ തഫ്സീറുൽ ജലാലൈനിയാണ് അദ്ദേഹം പരിഭാഷപ്പെടുത്തുന്നത്. ഇതും കേരളത്തിൽ മാത്രമല്ല, ഒരു 10ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഹിജ്റ 4ാം നൂറ്റാണ്ടിലാണ് ഏറ്റവും ആദ്യത്തെ സമ്പൂർണ്ണ ഖുർആൻ പരിഭാഷ വരുന്നത്. അത് ഖുറാസാനിലെ സാമാന്യ ഭരണാധികാരിയായിരുന്ന മൻസൂർ ഒന്നാമന്റെ നിർദ്ദേശപ്രകാരം. അന്നും അവിടെ നടന്ന പരിഭാഷ എന്നാണ് ഖുർആന്റെ പരിഭാഷ അല്ല, തഫ്സീർ ത്വബരിയുടെ പരിഭാഷയാണ്. അപ്പൊ അങ്ങനെ ആദ്യ കാലങ്ങളിലൊക്കെ തഫ്സീറുകൾ പരിഭാഷ ചെയ്തിട്ടായിരുന്നു മുസ്ലിം ലോകം എന്തായിരുന്നത്, ഖുർആൻ പരിഭാഷപ്പെടുത്തിയിരുന്നത്. അങ്ങനെ 19ാം നൂറ്റാണ്ടിൽ ഈ ഫസ്റ്റ് പരിഭാഷ വരുന്നു അറബി മലയാളത്തിൽ. അന്നത്തെ പണ്ഡിതന്മാർക്കിടയിലും അതിനെക്കുറിച്ച് കുറെ അനുകൂലിച്ചും പ്രതികൂലിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നു. പിന്നെ ഈ ചില ചരിത്രകാരന്മാർ പറയുന്നത് പ്രതിഷേധ സൂചകമായിട്ട് ഈ പരിഭാഷ എന്തായിട്ടുണ്ട്, അറബിക്കടലിൽ മുക്കി താഴ്ത്തിയിട്ടുണ്ട് എന്നൊക്കെ മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിൻ്റെയൊക്കെ ആധികാരികത ഇനിയും പരിശോധിക്കപ്പെടേണ്ടതാണ്. അതോടൊപ്പം തന്നെ ചില പൊന്നാനിയിലെ പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ളവരെ ഇതിനെ അനുകൂലിച്ചിട്ട് അവർ ഫത്വകൾ കൊടുത്തിരുന്നു. അങ്ങനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത്തരം ഫത്വകൾ ചാലിയം ലൈബ്രറിയിലൊക്കെ ഇന്നും സൂക്ഷിച്ചിരിപ്പുണ്ട്. പിന്നെ 20ാം നൂറ്റാണ്ടിൽ എത്തുമ്പോൾ പരിഭാഷകൾ എന്ത് ചെയ്യുന്നു, കുറച്ചും കൂടി, അതായത് 19ാം നൂറ്റാണ്ടിൽ അറബി മലയാളത്തിലായിരുന്നെങ്കിൽ 20ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്യുന്നു, മലയാളത്തിലേക്ക് പരിഭാഷകൾ മാറുന്നു. അതിൽ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി മുൻപന്തിയിൽ നിന്നത് നമ്മൾ ഉൽപ്പതിഷ്ണുക്കൾ എന്ന് വിളിക്കുന്ന ആളുകൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹമാണ് മലയാളത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ഖുർആൻ പരിഭാഷപ്പെടുത്താൻ തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ദീപിക മാസികയിലാണ് അദ്ദേഹം ചെയ്യുന്നത് ഖുർആൻ മലയാളത്തിൽ പരിഭാഷപ്പെടുത്താൻ തുടങ്ങുന്നത്. ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ അദ്ദേഹം തുടങ്ങി വെച്ചൊരു പുതിയ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ അതുവരെയുള്ള പരിഭാഷകളൊക്കെ കാര്യമായിട്ട് അറബി വാക്കുകൾ നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്നാണ് അതുവരെയുള്ള പരിഭാഷകളൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇദ്ദേഹം കുറച്ച് പുതിയ ടെർമിനോളജികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് മഹാകാരുണികൻ, കരുണാനിധി, ഇന്നും നമ്മൾ ബൈ ഡീഫോൾട്ട് ഒരു ബിസ്മിയുടെ പരിഭാഷയായിട്ട് നമ്മൾ മനസ്സിലേക്ക് വരുന്ന സംഗതികൾ, അതൊക്കെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ സംഭാവനയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ വക്കം മൈദീൻ സാഹിബ്, അദ്ദേഹമാണ് ഏറ്റവും ആദ്യത്തെ മലയാള സമ്പൂർണ്ണ പരിഭാഷ രചിക്കുന്നത്. പക്ഷെ ആ പരിഭാഷ എന്തായിട്ടില്ല, ആ കാലത്ത് പബ്ലിഷ് ചെയ്യപ്പെടുകയുണ്ടായില്ല. 2009 മാത്രമേ അത് കേരള യൂണിവേഴ്സിറ്റി ആണ് അത് പബ്ലിഷ് ചെയ്തത്. അപ്പൊ കുറെ കാലം പബ്ലിഷ് ചെയ്യപ്പെടാതിരുന്നതുകൊണ്ട് തന്നെ അതിന് കുറെ വലിയ ഇൻഫ്ലുവൻസ് ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഈ വക്കം മൈദീൻ സാഹിബ് അദ്ദേഹത്തിന്റെ ഈ ഖുർആൻ പരിഭാഷ മൂവ്മെന്റിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. 1935 തലശ്ശേരിയിലെ ഇസ്ലാമിക് ലിറ്ററേച്ചർ സൊസൈറ്റി, ഈ സൊസൈറ്റിക്ക് കീഴിൽ അദ്ദേഹം സൂറത്തുൽ ബഖറയുടെ പരിഭാഷ പുറത്തിറക്കി. അത് സ്വാഭാവികമായിട്ടും ഒരു നവീകരണ ആശയത്തിലുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും അതിനെതിരെ സമസ്ത മുഷാവറയുടെ തീരുമാനം വന്നു. അതുപോലെ സമസ്തയുടെ മുഖപത്രം അൽ ബയാനിൽ അതിനെതിരെ ലേഖനങ്ങൾ വന്നു.
അതോടെ പരിഭാഷക്കെതിരെയാണ് സമസ്ത എന്നുള്ള ഒരു പ്രതീതി അത് സമസ്തയുടെ നേതാക്കളിലും അണികളിലൊക്കെ ഒരുപോലെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയൂല. ആ കാലത്ത് ഈ ലിറ്ററേച്ചർ സൊസൈറ്റിയുടെ പരിഭാഷക്കെതിരെ നടന്ന ഒരു ശ്രദ്ധേയമായ സംഭാവനയാണ് കൈപ്പറ്റ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ രചിച്ച സുയാനത്തുൽ ഖുർആനിൽ കരീം അൻ ഔലിയ ശൈത്വാനിർ റജീം. അപ്പോൾ ഈ പരിഭാഷപ്പെടുത്തുന്നവരൊക്കെ എന്താണ്, ഷെയ്ത്വാനുർ റജീമിന്റെ ഔലിയാക്കളാണ് എന്നുള്ള ഒരു വളരെ തീവ്രമായ ഒരു സമീപനമായിരുന്നു അക്കാലത്തെ പല പണ്ഡിതന്മാരും സ്വീകരിച്ചിരുന്നത്. അതിന്റെ ഒരു സ്വാഭാവിക കാരണം എന്ന് പറഞ്ഞാൽ അത്രയും നവീകരണ ആശയങ്ങളായിരുന്നു ഇത്തരം പരിഭാഷകളിലൊക്കെ ഉണ്ടായിരുന്നത് എന്നതുകൂടിയാണ്. പിന്നെ ഈ വക്കം മൈദീൻ സാഹിബാണ് ഈ പരമകാരുണികനും കരുണാനിധിയുമായ എന്നുള്ള ടെർമിനോളജീസ് ഉണ്ടാക്കുന്നത്. അതാണല്ലോ ഇപ്പോൾ ഏറ്റവും ഇതായിട്ടുള്ള അത് വക്കം അബ്ദുൽ ഖാദറിന്റെ ആ ഒരു ഇത് ഒന്നുകൂടി നവീകരിച്ചതാണ്. പിന്നെ മലയാളത്തിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട ഫസ്റ്റത്തെ ഖുർആൻ പരിഭാഷ എന്ന് പറയുന്നത് CN അഹമ്മദ് മൗലവിയുടെ പരിശുദ്ധ ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും എന്നുള്ള ഒരു ഗ്രന്ഥമാണ്. അത് വളരെയധികം കോളിളക്കങ്ങൾ ഉണ്ടാക്കി. പ്രത്യേകിച്ച് ഒരു ഇസ്ലാമിക് മോഡേണിസ്റ്റ് ആയിരുന്നു CN അഹമ്മദ് മൗലവി. അപ്പൊ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുജാഹിദുകൾക്കും ജമാഅത്തുകൾക്കും അല്ലെങ്കിൽ അങ്ങനത്തെ നവീകരണ ചിന്താഗതിക്കാർക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത കുറെ സംഗതികളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. കുറച്ചും കൂടിയും ഒരു റാഷണൽ അപ്രോച്ച് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഖുർആൻ പറയുന്ന മുഅ്ജിസത്തുകളൊക്കെ വളരെ ന്യൂട്രലൈസ് ചെയ്യുക. ഇപ്പൊ ഉദാഹരണത്തിന് മൂസാ നബി ചെങ്കടലിൽ വടി ഉപയോഗിച്ച് എന്തായി, അത് രണ്ടായിട്ട് പിളർന്നു. അങ്ങനെ മൂസാ നബി രക്ഷപ്പെട്ടു, ഫിർഔൻ അതിൽ മുങ്ങി മരിച്ചു. അതിന് CN അഹമ്മദ് പോലെ പറയുന്നതാണ് അദ്ദേഹത്തിന്റെ വടി കൊണ്ട് മൂസാ നബിക്ക് ആദ്യമേ അറിയും ചെങ്കടലിൽ എവിടെയൊക്കെയാണ് ആഴമുള്ളത് ആഴമില്ലാത്തത്. അപ്പൊ ആ വടി ഉപയോഗിച്ചിട്ട് മൂസാ നബി എന്തായി, ആഴമില്ലാത്ത ഭാഗത്തിലൂടെ എസ്കേപ്പ് ആയി പോയി. അതേസമയം ഫിർഔന് ഇത് അറിയില്ല. ഈ ചെങ്കടലിന്റെ ഒരു ആഴങ്ങളെ കുറിച്ച് ഫിർഔന് ധാരണ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം അത് മുങ്ങിവെച്ചു. അതുപോലെ തന്നെ ഇപ്പോ ഈ ഇബ്രാഹിം നബിയുടെ ഇത് സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ടല്ലോ, ഈ പുനരുത്ഥാനത്തെ കുറിച്ച് ഒന്നും കൂടി ഒരു മനസ്സമാധാനം ലഭിക്കാൻ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ചോദിക്കുന്നു എങ്ങനെയാണ് പുനർജീവിപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹു പറയുന്നു 4 പക്ഷികളെ എടുത്തിട്ട് അതിനെന്ത് ചെയ്യുക, കഷ്ണിക്കുക, എന്നിട്ട് 4 പർവ്വതങ്ങളിൽ വെക്കുക, തിരിച്ചു വിളിക്കുമ്പോൾ എന്ത് ചെയ്യും, അവയൊക്കെ പാറി വരും. അപ്പൊ ഒരു റാഷണൽ ആയി ചിന്തിക്കുന്ന ആൾക്ക് ഇത് ഒരിക്കലും സഹിക്കാൻ കഴിയൂല. അപ്പൊ CN അഹമ്മദ് മൗലവി അത് വിശദീകരിക്കുന്നത് എന്താ വെച്ചാൽ, ഇബ്രാഹിം നബി 4 പക്ഷികളെ മെരുക്കിയെടുത്തു, അവർക്ക് കുറച്ച് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് 4 പക്ഷികളെയും 4 പർവ്വതങ്ങളിൽ വെച്ചു. എന്നിട്ട് അദ്ദേഹം വിളിച്ചു. അപ്പൊ 4 പക്ഷികളും എന്തായി, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം ചെയ്യുന്നത് എന്താണ്, ഖുർആനെ റാഷണലൈസ് ചെയ്യാനാണ്. പക്ഷെ അത് നേരെ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആണ് ആവുന്നത്. കാരണം 4 പക്ഷികളെ ഇണക്കിയിട്ട് ഞാൻ വിളിക്കുമ്പോൾ 4 പക്ഷികൾ വന്നാൽ ഇതിപ്പോ വലിയൊരു അമാനുഷിക സംഭവമാണ്. അതുപോലെ തന്നെ ഇപ്പോ ഈ സൂറത്തു നംലിൽ ഈ സുലൈമാൻ നബി ഉറുമ്പുകളുടെ സംസാരം കേട്ട സംഭവം ഉണ്ടല്ലോ, ഹത്താ ഇദാ അതവ അലാ വാദിൻ നംലി ഖാലത് നംലത്തുൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി. അപ്പോ ഒരു ഉറുമ്പിന്റെ താഴ്വരയിലൂടെ സുലൈമാൻ നബിയെ പോലുള്ള ഒരു വലിയ രാജാവ് പോവുക, എന്നിട്ട് അദ്ദേഹം ചെറിയ കൊച്ചു ഉറുമ്പുകളെ കാണുക, എന്നിട്ട് അവരുടെ സംസാരം ശ്രവിക്കുക. ഇത് നമുക്ക് ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നമുക്ക് ഒരു സുഖം കിട്ടുന്നില്ല എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ CN അത് വിശദീകരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ വാദിൻ നംല് എന്ന ഒരു ഗ്രാമത്തിലൂടെ അവർ പോകുമ്പോൾ കാലത്ത് നംലത്തുൻ, നംല് ഗോത്രക്കാരിയായ ഒരു സ്ത്രീ പറഞ്ഞു, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു രാജാവ് എന്നൊക്കെ പോകുന്നുണ്ട്, നിങ്ങളൊക്കെ വീടുകളിലേക്ക് തന്നെ പോകണം. ഇങ്ങനെ വളരെ രൂക്ഷമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഈ വ്യാഖ്യാനം പോകുന്നത്. അപ്പോ എന്നിരുന്നാൽ പോലും മലയാളത്തിലെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ ഖുർആൻ പരിഭാഷ എന്നുള്ള രീതിയിൽ അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. പിന്നെ CN അഹമ്മദ് മൗലവിയുടെ ഈ ഒരു പരിഭാഷയുടെ മറ്റൊരു ഇൻഫ്ലുവൻസ് എന്താന്ന് വെച്ചാൽ, മലയാളത്തിലെ ശ്രദ്ധേയമായ പല പരിഭാഷകൾക്കും ഇത് വഴിമരുന്നിട്ടു എന്നുള്ളതാണ്. ഇന്നിപ്പോ മുജാഹിദ് വിഭാഗത്തിന്റെ ഏറ്റവും ആധികാരിക ഖുർആൻ വ്യാഖ്യാനമായ അമാനി മൗലവിയുടെ ഖുർആൻ വിവരണം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പരാമർശിച്ച KV മുഹമ്മദ് മുസ്ലിയാരുടെ ഫത്ഹുർ റഹ്മാൻ, ഇതൊക്കെ CN മറുപടിയായിട്ടാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ കാവ്യ പരിഭാഷയായ KG രാഘവൻ നായരുടെ അമൃതവാണി, ഇതിനൊക്കെ അദ്ദേഹം ഉപജീവിച്ചിട്ടുള്ളത് CNന്റെ ഖുർആൻ പരിഭാഷയാണെന്ന് അദ്ദേഹം ആമുഖത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ പിൽക്കാലതിനെ എന്തായിട്ടുണ്ട്, അത് ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ മലയാളത്തില് ഇപ്പൊ CNന്റെ ഒക്കെ ആയാലും കുറെ വാള്യങ്ങളാണ്. ഒരു സിംഗിൾ വാള്യത്തിലുള്ള ആദ്യ പരിഭാഷയായിട്ട് വരുന്നത് മുട്ടാണിശ്ശേരിയിൽ കോയക്കുട്ടി മൗലവിയുടെ പരിഭാഷയാണ്. പരിശുദ്ധ ഖുർആൻ മലയാള പരിഭാഷ 1966 അത് ഇറങ്ങുന്നത്. പിന്നെ നമ്മളിപ്പോ പറഞ്ഞു CNന് മറുപടിയായിട്ടാണ് അമാനി മൗലവിയുടെ തഫ്സീർ വരുന്നത്. അത് മുജാഹിദ് വിഭാഗത്തിന്റെ ഒരു ഔദ്യോഗിക ഖുർആൻ വ്യാഖ്യാനമായിട്ട് ഇന്നും എന്ത് ചെയ്യുന്നു, കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പബ്ലിഷ് ചെയ്യുന്നു. അത് പൂർണ്ണമായി രചിച്ചത് അമാനി മൗലവി അല്ല, അതിന്റെ ആദ്യത്തെ 17 ജുസുകൾ വരെയുള്ളത് അമാനി മൗലവി, പിന്നീട് അദ്ദേഹത്തിന് ശേഷം മറ്റുള്ളവരും കൂടി ചേർന്നിട്ടാണ് അത് പൂർത്തിയാക്കുന്നത്.
അതിൽ പ്രധാനപ്പെട്ട ഒരു സ്വാഭാവികമായും മുജാഹിദുകളുടെ ഔദ്യോഗിക സംവിധാനമായതുകൊണ്ട് തന്നെ ഇപ്പൊ തവസ്സുൽ, ഇസ്തിഗാസ, അല്ലെങ്കിൽ കേരളത്തിലെ ഭൂരിഭാഗം സുന്നികളെയും ഷിർക്ക് ആരോപിക്കുന്ന രീതിയിലുള്ള കുറെ സംഗതികൾ അതിൽ സ്വാഭാവികമായിട്ടും വരുന്നു. പിന്നീട് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഖുർആൻ വ്യാഖ്യാനമായിട്ട് നമുക്ക് എണ്ണാവുന്നത് തീർച്ചയായിട്ടും കെ വി മുഹമ്മദ് മുസ്ലിയാരുടെ ഫത്ഹുർ റഹ്മാൻ ഫി തർജമത്തി തഫ്സീരിൽ ഖുർആൻ എന്നുള്ളതാണ്. ഫത്ഹുർ റഹ്മാന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം, അതിനൊരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ മഹാഭൂരിഭാഗം വരുന്ന മുസ്ലിങ്ങളെ, സുന്നി മുസ്ലിങ്ങളാണല്ലോ ഇവിടുത്തെ മഹാഭൂരിഭാഗം, അവരെ ഖുർആൻ പരിഭാഷയിലേക്ക് അടുപ്പിച്ചു എന്നുള്ളതാണ് കെ വി ഉസ്താദിന്റെ ഈ പരിഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നേരത്തെ ഉസ്താദ് പറയുകയുണ്ടായി അതിനെതിരെ നടന്ന കുറെ ക്യാമ്പയിനുകളും അദ്ദേഹം സഹിച്ച കുറെ വെല്ലുവിളികളൊക്കെ. അപ്പൊ അത്രയും ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു പരിഭാഷ പുറത്തിറക്കുകയും അത് മുസ്ലിം കേരളത്തിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനെതിരെ വളരെ രൂക്ഷമായ രീതിയിലായിരുന്നു സമസ്തക്കകത്തു നിന്നും അദ്ദേഹത്തിനെതിരെ പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കെ വി ഉസ്താദ് എന്ന് പറഞ്ഞ സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഇ കെ ഹസൻ മുസ്ലിയാർ, ഇവർ രണ്ടുപേരുമായിരുന്നു ഖുർആൻ പരിഭാഷക്കെതിരെ സമസ്തക്കുള്ളിൽ നിന്ന് തീവ്രമായ ക്യാമ്പയിൻ നയിച്ചിരുന്നത്. ഞാൻ എൻ്റെ PhD തീസിസിലൊക്കെ ഇ കെ ബ്രദേഴ്സ് എന്നുള്ള പേരിലാണ് അവരുടെ ഈ ഒരു റെസിസ്റ്റൻസ് അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഇ കെ ഹസൻ മുസ്ലിയാരെ തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തുൽ ഖുർആൻ, തർജമത്തുൽ ഖുർആനിൽ നിന്നും എല്ലാവരെയും ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നു. അതുപോലെ ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ പരിഭാഷ കുഫ്രിയത്തിലേക്ക് എന്നുള്ള ലേഖന പരമ്പര ചെയ്യുന്നു. അങ്ങനെ കുറെ രീതിയിൽ. അപ്പൊ ഇതിനെതിരൊക്കെ കെ വി ഉസ്താദിന്റെ മറുപടികളുണ്ട്. തർജമത്തുൽ ഖുർആൻ ഫി ലൗഇൽ ബുർഹാൻ, ഇതിന്റെ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ പരിഭാഷ വേണം എന്നുള്ളതിനെ അദ്ദേഹം അതിൽ സ്ഥിരീകരിക്കുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിൽ അദ്ദേഹം കേരളത്തിലെ തന്നെ ഇപ്പോൾ ഷാലിയാത്തിൽ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ അവരുടെയൊക്കെ ഫത്വകളൊക്കെയാണ് അതിൽ അദ്ദേഹം കാര്യമായിട്ട് ഇത് ചെയ്യുന്നത്. പിന്നെ ഈ കെ വി ഉസ്താദിന്റെ പരിഭാഷ ഇറങ്ങുമ്പോൾ കാര്യമായിട്ട് കേരളത്തിലെ സുന്നികൾക്കിടയിൽ പരിഭാഷയെ കുറിച്ചുള്ള കുറെ ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. ഈ പരിഭാഷകളെ കുറിച്ചുള്ള ഡിബേറ്റുകൾ എന്ന് പറഞ്ഞാൽ അത് ഇന്റർനാഷണലിലും കുറെ നടന്നിട്ടുണ്ട്. പക്ഷെ അത് 19-ാം നൂറ്റാണ്ടിലും അതുപോലെ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലും അത് കേരളത്തിന് പുറത്ത് തീരുമാനമായ ഒരു സംഗതിയായിരുന്നു. പ്രത്യേകിച്ച് 1936 അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫത്വ ഈ വിഷയത്തിൽ വന്നു. അപ്പൊ ഫത്വയുടെ ഒരു സമ്മറി എന്താന്ന് വെച്ചാൽ, ഈ ഖുർആൻ ടെക്സ്റ്റൽ ട്രാൻസ്ലേഷൻ പറ്റൂല, അതായത് തർജമ അൽ ഹർഫിയ, ഒരു ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഖുർആൻ ഒരിക്കലും കഴിയൂല, അത് അസാധ്യമാണ്. തർജമ തഫ്സീരിയ, ഒരു തഫ്സീരി പരിഭാഷ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു സമ്മറി. അതുപോലെ പരിഭാഷ ഒരിക്കലും ഇതിന്റെ ഒരു എന്ത് ചെയ്യാൻ പറ്റില്ല, ഖുർആന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റൂല. അതായത് ഇപ്പോൾ ഖുർആൻ ഓതിയാൽ നമുക്ക് കൂലി കിട്ടുന്നത് പോലെ പരിഭാഷ ഓതിയാൽ ഓരോ ഹർഫിനും കൂലി, അല്ലെങ്കിൽ നിസ്കാരത്തിൽ പരിഭാഷ ഓതുക എന്നുള്ള ഇതൊന്നും പറ്റൂല എന്നുള്ള രീതിയിൽ 1936 ആഗോളതലത്തിൽ ഈ കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഈ ചർച്ച കാര്യമായിട്ട് നടക്കുന്നത് 1970-കൾക്ക് ശേഷം, അഥവാ കെ വി ഉസ്താദിന്റെ ഒരു പരിഭാഷ പുറത്തിറങ്ങിയതിന് ശേഷമാണ് കേരളത്തിൽ ഈ ചർച്ചകൾ നടക്കുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഇ കെ ബ്രദേഴ്സും അതുപോലെ കെ വി ഉസ്താദിന്റെയും അവർക്കിടയിൽ നടന്ന കുറെ സംഗതികൾ പറഞ്ഞു. വേറെയും കുറെ ലേഖനങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അന്നത്തെ പ്രധാന സുന്നി പ്രസിദ്ധീകരണങ്ങളായിരുന്ന സുന്നി ടൈംസ്, നുസ്രത്തുൽ അനാം, അതിലൊക്കെ കുറെ മറുപടികളും അതിന്റെ ടൈറ്റിലുകൾ പോലും വളരെ രസകരമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ലേഖനത്തിൻ്റെതാണ്. അപ്പൊ സദഖത്തുള്ള മൗലവി സദഖത്തുള്ള മുസ്ലിയാർ, അപ്പൊ അദ്ദേഹം പരിഭാഷക്കെതിരെ ഉള്ള ഒരു നിലപാട് സ്വീകരിച്ച ആളായിരുന്നു. അപ്പൊ അതില് സദഖത്തുള്ള മൗലവിക്ക് ഒരു തുറന്ന കത്ത്, അതാണ് ഒരു ലേഖനത്തിന്റെ ഹെഡിങ്. അതിന് മറുപടി തുറന്ന കത്തിനും അടഞ്ഞ മറുപടി, അതിനുള്ള മറുപടി ആയിട്ട് മറുപടിക്കൊരു തിരിച്ചടിക്കൊരു മറിച്ചടി എന്നങ്ങനായിട്ട് കുറേ ഡിബേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് അന്നത്തെ കുറെ മാഗസിനുകളിൽ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട് നടക്കുന്നു. എന്നിട്ട് അതിന്റെ ഒരു സമാപനം എന്നുള്ള രീതിയിലാണ് സമസ്ത മുഷാവറയിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. പ്രത്യേകിച്ച് അന്നത്തെ ഒരു സമസ്തയുടെ ഒരു രീതി എന്ന് പറഞ്ഞാല് സ്വാഭാവികമായിട്ടും ഷംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാരുടെ കാലാണ്. അദ്ദേഹത്തിന്റെ ഒരു നിലപാടിലെ സംഘടന ഫുള്ള് നടക്കുള്ളൂ. എന്നിട്ടും അദ്ദേഹത്തിന്റെ നിലപാടിനെതിരെയുള്ള ഒരു കാര്യത്തിനാണ്, അഥവാ പ്രത്യേകിച്ച് കെ വി ഉസ്താദ്, അതുപോലെ ചെറുശ്ശേരി ഉസ്താദ്, അതുപോലെ CH ഉസ്താദ്, KT മാനു മുസ്ലിയാർ, ഇവരൊക്കെ നയിച്ച ആ ഒരു ആശയധാരക്കാണ് പിന്നീട് മുഷാവറയിൽ ഡോമിനൻസ് ലഭിക്കുന്നത്. അങ്ങനെ സമസ്തയുടെ തീരുമാനം വരുന്നു, ഈ പരിഭാഷയുടെ വിഷയത്തിൽ സമസ്തക്കൊരു നിലപാടില്ല, സമസ്തയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ തവഖുഫ് ആണ് എന്നുള്ളത്. പക്ഷെ പിന്നീട് ഒരു പതിറ്റാണ്ടൊക്കെ കഴിയുമ്പോഴേക്ക് ഷംസുൽ ഉലമയുടെ ശിഷ്യർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരൊക്കെ എന്ത് ചെയ്യുന്നു, ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നു. ഇന്നത്തെ ഒരു സമസ്തയുടെ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ സമസ്ത മുഷാവറയിൽ തന്നെ ഖുർആൻ പരിഭാഷപ്പെടുത്തിയ ഒന്നിലേറെ
മുഷാവറ അംഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്നത് ഈ പരിഭാഷയെക്കുറിച്ചുള്ള ഈ വിവാദങ്ങൾ അതിങ്ങനെ ഒരു കാലത്ത് നടന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു, അതിന്റെ എവല്യൂഷൻ. ഇപ്പൊ കെ വി ഉസ്താദിന്റെ പരിഭാഷ നടക്കുന്ന കാലത്ത് ഈ പരിഭാഷ ഒരിക്കലും ആ മുസ്ലിമിന് കൊടുക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു കെ വി ഉസ്താദിന്റെയും നിലപാട്. കാരണം മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ തന്നെ ഇത് പാടില്ല എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഇന്നിപ്പോ നമ്മൾ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിലേക്ക് എത്തുമ്പോൾ എന്താണ്, ഇതിന്റെ കാര്യമായ ഒരു ഓഡിയൻസ് നമ്മുടെ അമുസ്ലിം സഹോദരങ്ങളാണ്. നമ്മൾ അമുസ്ലിം സഹോദരങ്ങൾക്കുള്ള ഒരു ഉപഹാരമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ വിശുദ്ധ ഖുർആൻ വിവർത്തനം കൊടുക്കുന്നു. അല്ലെങ്കിൽ അതിന്റെ പ്രകാശന ചടങ്ങിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നാലും അതിന്റെ ആപ്പ് ലോഞ്ചിങ് ഹാദിയ CSC നടന്നാലും നമുക്ക് സഹോദര സമുദായത്തിലുള്ള ആളുകളെ നമ്മൾ വിളിച്ചിട്ട് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തുന്നു. അപ്പൊ ഞാൻ പറയുന്നത് ഈ മുസ്ലിം പണ്ഡിതന്മാരുടെ ഇത്തരം ചർച്ചകൾ, അതിൽ വരുന്ന മാറ്റങ്ങൾ വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ വളരെ വലിയ മാറ്റങ്ങൾ അതിൽ നടക്കാൻ പറ്റും, അതിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് പരിഭാഷയിൽ മാത്രമല്ല, ഇപ്പൊ ഈ പ്രിന്റിങ്ങിനെ കുറിച്ചാണെങ്കിലും അതൊക്കെ നമുക്ക് അത്തരം കാര്യങ്ങൾ പറ്റുമല്ലോ, കാണാൻ കഴിയുമല്ലോ. അപ്പോ അതുപോലെ തന്നെ പിന്നീട് കാര്യമായിട്ട് വരുന്ന കെ വി ഉസ്താദിന്റെ പരിഭാഷയുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ വായിക്കുമ്പോൾ ഒരു പ്രധാന ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം, CN മൗലവി എന്ത് ചെയ്യുന്നു, അത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് കോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് പരിഭാഷയുടെ ഒരു പരിമിതി കൂടിയാണ്. കാരണം ഖുർആൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തേക്കും ഉള്ളതാണ്, പരിഭാഷ എന്ന് പറഞ്ഞാൽ ആ ഒരു കാലത്തേക്കായിരിക്കും. അപ്പൊ കെ വി ഉസ്താദ് ഇത് രചിക്കുന്ന കാലത്ത് എന്താണ്, CNN മുന്നിൽ കണ്ടിട്ടാണ്, അദ്ദേഹത്തിന് മറുപടി കൂടി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ തഫ്സീർ രചിക്കുന്നത്. പക്ഷെ ഇന്നിപ്പോ എന്താണ്, കെ വി ഉസ്താദിന്റെ പരിഭാഷ തഫ്സീർ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. CNN മാർക്കറ്റിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായിട്ട് എത്രയോ കാലങ്ങൾ കഴിഞ്ഞു. ഇന്നിപ്പോ CNN വാദങ്ങളൊക്കെ അറിയാൻ കുറെ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കെ വി ഉസ്താദിന്റെ ഈ വ്യാഖ്യാനം അല്ലെങ്കിൽ അമാനി മൗലവിയുടെ തഫ്സീർ, കാരണം അതിലൊക്കെ അത് എന്ത് ചെയ്യുന്നുണ്ട്, കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രസകരമായ സംഗതി കൂടി നമുക്ക് ഇപ്പൊ അതിൽ കാണാൻ പറ്റും. പിന്നീട് കേരളക്കരയിൽ അല്ലെങ്കിൽ ഈ നമ്മൾ പറഞ്ഞു 50-ലേറെ ഖുർആൻ പരിഭാഷകളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെട്ട പരിഭാഷ ഏതാന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതെന്താണ്, ഈ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി, കുഞ്ഞി മുഹമ്മദ് വറപ്പൂര്, 2 മുജാഹിദ് പണ്ഡിതന്മാരാണ്. അവര് രചിച്ച ഖുർആൻ പരിഭാഷയാണ്. കാരണം അത് ഒരു സലഫി ആശയധാരയിൽ ഉള്ളതായതുകൊണ്ട് തന്നെ അത് സൗദി ഫണ്ട് ചെയ്തിട്ട്, അതുപോലെ കിങ് ഫഹദ് കോംപ്ലക്സ് ഫോർ പ്രിന്റിംഗ് ഖുർആൻ, അവര് എന്ത് ചെയ്യുന്നു, ഹജ്ജിനും ഉംറക്കൊക്കെ വരുന്ന ആളുകൾക്ക് സൗജന്യമായി വിതരണം ചെയ്തിട്ട് അതിന്റെ ഒരു സർക്കുലേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും വളരെ വൈഡ്ലി പ്രിന്റ് ചെയ്യപ്പെട്ട പരിഭാഷ നമുക്ക് അതായിട്ട് തന്നെ കാണാൻ പറ്റുക. പിന്നീട് കേരളത്തില് ഖാദിയാനികളുണ്ട്, അതായത് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ മാത്രമാണ് ഞങ്ങൾ മുസ്ലിമാണെന്ന് അംഗീകരിക്കുന്നുള്ളൂ, മറ്റു മുസ്ലിങ്ങളൊന്നും അവരെ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കുന്നില്ല. അവർക്കും കേരളത്തിലൊരു ഖുർആൻ പരിഭാഷയുണ്ട്. മൗലവി മുഹമ്മദ് അബുൽ വഫ അദ്ദേഹം രചിച്ച 1991 ഇസ്ലാം ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ് ലിമിറ്റഡ് ലണ്ടനിൽ നിന്നും പബ്ലിഷ് ചെയ്ത ഖുർആൻ പരിഭാഷ. അതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എന്താണ്, സ്വാഭാവികമായിട്ടും ഈ ഖാദിയാനികളുടെ ഒരു വാദഗതി ഖത്മുൻ നുബുവയെ അവർ എതിർക്കുന്നു, അതായത് മുഹമ്മദ് നബി അല്ല അവസാനത്തെ പ്രവാചകൻ. അപ്പൊ അത്തരം ആയത്തുകളൊക്കെ അവർ തീർച്ചയായിട്ടും വക്രീകരിക്കും. പിന്നീട് അതുപോലെ തന്നെ ഖാദിയാനികളുടെ ഒരു വാദം എന്താന്ന് വെച്ചാല് അവരാണ് ഖത്മുൻ നുബുവയെ അംഗീകരിക്കുന്നത്, നമ്മളല്ല എന്നുള്ളതാണ്. ദാറുൽ ഖുർആൻ ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളുടെ കൂടെ ഒരു 3 വർഷം മുമ്പ് ഞങ്ങൾ ഖാദിയാനിൽ പോയിരുന്നു യാത്ര. അപ്പൊ അവിടെ എത്തിയപ്പോ അവിടുത്തെ പ്രധാന സ്കോളേഴ്സ് ഒക്കെ നമ്മോട് പറഞ്ഞത് ഖത്മുൻ നുബുവയെ നിങ്ങളാണ് എതിർക്കുന്നത്, ഞങ്ങളല്ല. അതായത് അവര് വാദിക്കുന്നത് എന്താ വെച്ചാല് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്താണ്, മുഹമ്മദ് നബിയുടെ ഒരു ശിഷ്യപ്രവാചകനാണ്. അപ്പൊ ശിഷ്യപ്രവാചകൻ എന്നുള്ള ഒരു ടേമാണ് ഈ മലയാള പരിഭാഷയിലും ആരും ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈസാ നബി മരിച്ചിട്ടില്ല, ഇനി മുഹമ്മദ് നബിക്ക് ശേഷം എന്ത് ചെയ്യുന്നു, ഈസാ നബി ഇനിയും വരും നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, ലോക മുസ്ലിങ്ങൾ ഒന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അവർ പറയുന്നത് പിന്നെ അപ്പൊ ആരാണ് അന്ത്യപ്രവാചകൻ, മുഹമ്മദ് നബിയാണോ ഈസാ നബിയാണോ എന്ന ഒരു വാദം അത് ഈ പരിഭാഷയിലും കാണാൻ പറ്റും. അപ്പോ ഈസാ നബി മരിച്ചിട്ടില്ല, എന്താണ് ബർ റഫഅഹുല്ലാഹു ഇലൈഹി, അതാണ് ഖുർആന്റെ ടേം, ഖുർആൻ ഉപയോഗിക്കുന്ന വാക്ക്. അപ്പോ റഫഅഹുല്ലാഹു ഇലൈഹി എന്നുള്ളതിന് ഈ പരിഭാഷ കൊടുക്കുന്ന അർത്ഥം എന്താന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ ഈസാ നബിയുടെ പദവി എന്തായി, അള്ളാഹു ഉയർത്തി. ഈസാ നബി എന്തായി സാധാ മറ്റു മനുഷ്യന്മാരെ ആദം നബി മുതലുള്ള മറ്റെല്ലാ പ്രവാചകരെയും പോലെ ഈസാ നബി മരിച്ചുപോയി. ഈസാ നബിയുടെ ഖബർ കശ്മീരിലെ ശ്രീനഗറിലാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അപ്പോ ഖാദിയാനി പരിഭാഷയിൽ അതാണ് മൊത്തത്തിൽ പറയാനുള്ളത്. പിന്നീട് ഇതൊക്കെ നമ്മൾ ഖുർആന്റെ ഡയറക്റ്റ് പരിഭാഷകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി കുറച്ച് തഫ്സീർ പരിഭാഷകൾ മലയാളത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും തഫ്സീറുൽ ജലാലൈൻ, അതുപോലെ തഫ്സീർ റാസി, അതുപോലെ ഇബ്നുൽ അറബിയുടെ തഫ്സീറിന്റെ പരിഭാഷയായ ഖുർആൻ ഉൾസാര വ്യാഖ്യാനം KVM പന്താവൂരാണ് അത് രചിച്ചിട്ടുള്ളത്. അങ്ങനത്തെ കുറെ. അതുപോലെ തന്നെ കണ്ടംപററി തഫ്സീറുകളും അതുപോലെ അതില് ഈ സയ്യിദ് അബുൽ അല മൗദൂദിയുടെ തഫ്ഹീമുൽ ഖുർആൻ അദ്ദേഹം തന്നെ സംഗ്രഹിച്ചിട്ടുള്ള തെർജുമായ ഖുർആൻ, അതുപോലെ കണ്ടംപററി സ്കോളർ ആയിരുന്ന സയ്യിദ് ഖുത്ബിന്റെ ഫീ ദിലാലിൽ ഖുർആൻ,
പാകിസ്ഥാനി സ്കോളറായ മുഫ്തി മുഹമ്മദ് ഷഫീഇന്റെ മആരിഫുൽ ഖുർആൻ, ഇത്തരം തഫ്സീറുകളുടെയും പരിഭാഷ എന്തായിട്ടുണ്ട്, ഖുർആനിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ 2 കാവ്യ പരിഭാഷകളാണ് മലയാളത്തിൽ ഖുർആൻ രചിക്കപ്പെട്ടിട്ടുള്ളത്. 2 അമുസ്ലിം സഹോദരങ്ങളാണ് അത് രചിച്ചിട്ടുള്ളത്. 2 പേരുടെയും പേര് രാഘവൻ നായർ എന്നാണ്. KG രാഘവൻ നായർ, അതുപോലെ കോന്നിയൂർ രാഘവൻ നായർ. KG രാഘവൻ നായർ അദ്ദേഹം അമൃതവാണി എന്നുള്ള പേരിലും, കോന്നിയൂർ രാഘവൻ നായർ ദിവ്യദീപ്തി എന്നുള്ള പേരിലാണ് ഈ പരിഭാഷകൾ രചിച്ചിട്ടുള്ളത്. ഈ 2 പരിഭാഷകൾ കമ്പയർ ചെയ്യുമ്പോൾ അറബി പദങ്ങളുമായിട്ട് കൂടുതൽ സൂക്ഷ്മത പുലർത്തുന്ന ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് പറയാവുന്നത് ദിവ്യദീപ്തിയാണ്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ പ്രഭാത ഗീതമായിട്ട് ഈ ദിവ്യദീപ്തിയിലെ സൂറത്തുൽ ഫാത്തിഹയുടെ പരിഭാഷ കൊടുക്കാറുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഖുർആൻ പരിഭാഷകളുടെ രീതിശാസ്ത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഈ മലയാളത്തിലുള്ള ഖുർആൻ പരിഭാഷകളുടെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവരിൽ ഒരു 90% അഡ്രസ് ചെയ്യുന്നത് മുസ്ലിങ്ങളെ മാത്രമാണെന്നുള്ളതാണ്. മുസ്ലിങ്ങളെയും അഡ്രസ് ചെയ്യുന്നില്ല, വിവിധ വിഭാഗങ്ങളെ, നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ വിവിധ സെക്ടേറിയൻ ആ ഉൾപ്പിരിവുകളൊക്കെ പരിഭാഷകളിലും കാണും. അപ്പോൾ ഖുർആനോട് നീതി പുലർത്തുക എന്നുള്ളതിനപ്പുറം ആ ഒരു പരിഭാഷകൻ ഏത് സെക്റ്റിലാണോ അതിലേക്ക് പരമാവധി കാര്യങ്ങൾ അടുപ്പിച്ചുള്ള ഒരു രീതിയിൽ. അപ്പൊ അത് സലഫി ഇതിലും കാണാൻ പറ്റും, സുന്നി ഇതിലും കാണാൻ പറ്റും, ജമാഅത്ത് ഇതിലൊക്കെ കാണാൻ പറ്റും. അപ്പൊ അതിന് സലഫികളൊക്കെ കാര്യമായി വിമർശിക്കുന്ന ഒരു സംഗതി, ഇപ്പൊ നേരത്തെ മുസ്തഫൽ ഫൈസി ഉസ്താദ് ഇവിടെ വന്നുപോയി. അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അപ്പോൾ അതിന് അദ്ദേഹം കൊടുത്തുള്ള പരിഭാഷ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഗുണം തേടുന്നു. ബാക്കി എല്ലാ പരിഭാഷകളിലും നിന്നെ മാത്രം. ഇപ്പോൾ നമ്മുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിലായാലും നിന്നെ മാത്രം, ആ മാത്രം എന്നുള്ളത് ഇയാക്ക എന്നുള്ളതിനെ തഖ്ദീം ചെയ്യുന്നതോടെ, അതിനെ മുന്തിക്കുന്നതോടെ മാത്രം എന്നുള്ള അർത്ഥം വരുന്നു. അപ്പോ ഈ സലഫി ആരോപണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ തവസ്സുലും ഇസ്തിഗാസൊക്കെ അവിടെ ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മാത്രത്തെ അദ്ദേഹം ഒഴിവാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു വിമർശനം. അങ്ങനെ പല രീതിയിലും എന്ത് ചെയ്യുന്നു, ഈ സെക്ടേറിയൻ ഉൾപ്പിരിവുകളൊക്കെ ഖുർആൻ പരിഭാഷകളിലും കാണാവുന്നത് കൊണ്ട് തന്നെ ഒരു സാധാരണ മലയാളി വായനക്കാരന് അപ്രാപ്യമായിട്ടാണ് 50ലേറെ പരിഭാഷകൾ വന്നിട്ടും അതിന്റെ ഒരു പൊതുവായ പിക്ചർ അങ്ങനെയാണെന്നുള്ളത് ഒരു വസ്തുതയായിട്ട് തുടരുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പരിഭാഷകൾ ഒന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന്റെ വ്യത്യസ്ത ധാരകൾ, അതിൽ പാരമ്പര്യ സുന്നി ധാര ഉണ്ട്, അതുപോലെ സലഫി ധാര, ജമാഅത്ത് ഇസ്ലാമിയുടെ ആ ഒരു സംഗതി കാണാൻ പറ്റും, അതുപോലെ മോഡേണിസ്റ്റ് CN അഹമ്മദ് മൗലവിയുടെ ആ ഒരു ധാരയുണ്ട്, അതുപോലെ ഈ ഖാദിയാനികളുടെ ആ ഒരു ധാരയും നമുക്ക് അതിൽ കാണാൻ പറ്റും.